ഈ പ്രാവശ്യത്തെ പേരാമ്പ്ര ഇലക്ഷൻ പിന്നെ കേരളത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലമായിട്ട് സാധാരണ അത്ര ശ്രദ്ധിക്കപ്പെടാത്തൊരു മണ്ഡലമാണ് പേരാമ്പ്ര. കഴിഞ്ഞ വർഷം 20,000-ലേറെ വോട്ടിന് TP ജയിച്ച മണ്ഡലം കൂടിയാണ് ഇത്. എന്നിട്ട് പോലും ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് പ്രഖ്യാപിച്ച IOS സ്ഥാനാർത്ഥിയുടെ കഴിവും ഫാത്തിമ തഹ്ലിയ പേഴ്സണലി അത്യാവശ്യം നല്ല പേഴ്സണാലിറ്റി കീപ്പ് ചെയ്യുന്ന ജനങ്ങളുമായിട്ടൊക്കെ ബന്ധമുള്ള TP പ്രതിപക്ഷത്തുണ്ടായിട്ട് പോലും നല്ല ടൈറ്റ് മത്സരമാകാൻ കാരണം ഒന്ന് എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥിയുടെ ലാൻഡിങ്, രണ്ടാമത് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോൺഗ്രസിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് ഈ ഇലക്ഷനിൽ. പേരാമ്പ്ര സാധാരണ മലബാറിലൊക്കെ വെച്ചാൽ ലീഗിൻ്റെതായാലും കോൺഗ്രസിൻ്റെ ആയാലും സ്ഥാനാർത്ഥിക്ക് വേണ്ടി മരിച്ച പണിയെടുക്കുക വെച്ചാൽ ലീഗ് പ്രവർത്തകരാണ്. കോൺഗ്രസ് ഒരു അഗ്രസീവ്നെസ് ഒന്നും അതിൽ പൊതുവെ കാണിക്കാറില്ല. സാധാരണ ഒരു പ്രവർത്തനം അങ്ങനെ പോകുന്നൊരു കേസും പിന്നെ ഇവരെ കുറച്ച് ഗ്രൂപ്പ് പരിപാടികളും അതിനനുകൂലമാണെങ്കിൽ ആ ഗ്രൂപ്പുകാരിറങ്ങി ആ ഒരു സെറ്റപ്പാണ് പൊതുവെ കാണാറ്. പക്ഷേ ഈ തവണ പേരാമ്പ്ര K മുരളീധരൻ ഉണ്ണിത്താനൊക്കെ പറഞ്ഞല്ലോ, അവരൊക്കെ അത്രയും എഫേർട്ട് ലീഗ് അവർക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ആ ഒരു രീതിയിലുള്ള തിരിച്ചുള്ള പ്രകടനങ്ങൾ കുറവായിരിക്കും. പക്ഷേ അതിനൊക്കെ കവച്ചു വെക്കുന്ന രീതിയിൽ ഫാത്തിമ തഹ്ലിയക്ക് വേണ്ടി യൂത്ത് കോൺഗ്രസ് ആയാലും KSU ആയാലും ഇത്തവണ പേരാമ്പ്ര വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ ലാൻഡിങ് മുതൽ അവരെ വർക്ക് അവരെന്താക്കിയിട്ടുണ്ട്, നല്ല ശക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം ഈ ഇലക്ഷൻ റിസൾട്ടിൽ കാണാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്. എന്തു വന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ് പേരാമ്പ്ര നടക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായം പറ. ഞാൻ ഇപ്പം വിദേശത്താണ്, ഇവിടുന്ന് ഉള്ളൊരു ഒബ്സർവേഷനിൽ കിട്ടിയാണ് എനിക്ക് ആ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അത്ര സജീവത ഉണ്ട് എന്നുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്ന് പറയാം.